നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം പെരുമ്പിലാവിലെ ബാറിൽ സംഘർഷം. സെക്യൂരിറ്റി ജീവനക്കാരൻ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്തു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. തൃശൂർ നഗരത്തിലെ ഇലക്ട്രിക്കൽ ഷോപ്പിൽ വൻ തീപിടുത്തം. പാലക്കാട് നഗരത്തിലെ ആംബുലൻസ് സ്റ്റാൻഡ് മാറ്റാനുള്ള നീക്കത്തിനെതിരെ CITU. നഗരസഭാ ഓഫീസിനു മുന്നിൽ ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU ധർണ. ആംബുലൻസ് സ്റ്റാൻഡ് മാറ്റാനുള്ള നീക്കം മനുഷ്യത്വരഹിതമെന്ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ. നാടെങ്ങും ഉത്സവമേളം. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരം ഇന്ന്. ഞാങ്ങാട്രി മുക്കാരത്തിക്കാവ് പൂരം വർണ്ണാഭമായി. വടനാംകുശി ചോറോട്ടൂർക്കാവിൽ ദേശത്താലപ്പൊലി ആഘോഷത്തിന് ആവേശക്കൊടിയേറ്റം. വാർത്തകൾ വിശദമായി. കുന്നംകുളം പെരുമ്പിലാവ് KR ബാറിൽ സംഘർഷം. യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്തു. ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഹോക്കി സ്റ്റിക്ക് പോലുള്ള വടികൊണ്ട് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ബാറിനുള്ളിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ യുവാവിനെ ആക്രമിച്ച് ബാറിൽ നിന്ന് റോഡിലേക്ക് ആക്കുകയും പിന്നീട് റോഡിൽ വെച്ചും ക്രൂരമായി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നിട്ടുള്ളത്. മർദ്ദനത്തിൽ തലയോട്ടി പൊട്ടുകയും തലച്ചോറിൽ നിന്ന് രക്തപ്രവാഹം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ യുവാവിനെ ആദ്യം പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി താഴപ്രയിൽ ചക്ക പറിക്കാൻ കയറിയ യുവാവിനെ ഷോക്കേറ്റു. ചെറുതുരുത്തി താഴപ്ര കുന്നത്ത് വീട്ടിൽ 27 വയസ്സുള്ള ഷുഹൈബിനാണ് കൈക്ക് പൊള്ളൽ ഏറ്റത്. പൊള്ളൽ ഏറ്റതിനെ തുടർന്ന് യുവാവ് മരത്തിൽ നിന്നും താഴേക്ക് വീഴുകയും പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ചക്ക പറിക്കുന്നതിനിടെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് തോട്ടി പരിസരത്തെ വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു. തോട്ടി കമ്പിയിൽ തന്നെ കുടുങ്ങിക്കിടന്നു. ഉടൻ ചെറുതുരുത്തി വൈദ്യുതി വകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി ലൈൻ ഓഫ് ചെയ്തു. ലൈനിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഇരുമ്പ് തോട്ടി എടുത്തുമാറ്റി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ നഗരത്തിൽ ഇലക്ട്രിക് ഷോപ്പിന് തീപിടിച്ചു. KSRT സ്റ്റാൻഡിന് സമീപത്തെ JS ഇലക്ട്രിക്കൽസ് ആൻഡ് സാനിറ്ററീസ് എന്ന കടയ്ക്കാണ് തീപിടിച്ചത്. രാവിലെ 9 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. സ്ഥാപനത്തിന്റെ പിറകുവശത്ത് നിന്നാണ് തീ ആളിപ്പടർന്നത്. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടവർ തൃശൂർ ഫയർ സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു. തൃശൂരിൽ നിന്ന് 4ലേറെ യൂണിറ്റുകളെത്തി 3 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് നഗരത്തിലെ ആംബുലൻസ് സ്റ്റാൻഡ് മാറ്റാനുള്ള നീക്കത്തിനെതിരെ CITU. നടപടി മനുഷ്യത്വരഹിതമാണെന്ന് നഗരസഭയ്ക്ക് മുന്നിൽ CITU നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ആരോപിച്ചു. ട്രാഫിക് അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ നഗരസഭാ ചെയർപേഴ്സന്റെ നടപടി രോഗികളോടും കൂട്ടിരിപ്പുകാരോടും കാണിക്കുന്ന ക്രൂരതയാണെന്നും TK അച്യുതൻ കുറ്റപ്പെടുത്തി. ജില്ലാ ആശുപത്രിക്ക് സമീപം 5 വിളക്ക് മൈതാനത്ത് ആംബുലൻസ് നിർത്തിയിടുന്നത് ഒരു വിധത്തിലും ആർക്കും തടസ്സമാകുന്നില്ല. ആശുപത്രിക്ക് സമീപം ആംബുലൻസ് സേവനം ലഭ്യവുമാണ്. സ്റ്റാൻഡ് മാറ്റുന്നതോടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഏറെ പ്രയാസമുണ്ടാകുമെന്ന് TK അച്യുതൻ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 10-40 വർഷക്കാലമായി ഈ കോട്ടമൈതാനത്തിന്റെ മുൻവശത്ത് വണ്ടി ഇട്ട് ജില്ലയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ പാലക്കാട് ഹെഡ്ക്വാർട്ടറിൽ രോഗികൾക്കും രോഗിയുടെ ബന്ധുക്കൾക്കും ആശുപത്രി അധികൃതർക്കും പെട്ടെന്ന് ആംബുലൻസിന്റെ സഹായം ലഭിക്കാൻ സഹായകരമായ രൂപത്തിലുള്ള ഒരു കേന്ദ്രമാണ് പാലക്കാട് കോട്ടമൈതാനത്തിന്റെ ഗേറ്റിന്റെ മുൻവശമുള്ള കേന്ദ്രം. മുഴുവൻ ആംബുലൻസുകളും അവിടെ നിൽക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. അവിടെ നിർത്താൻ സൗകര്യപ്പെടുന്ന ആംബുലൻസുകളെ അവിടെ നിർത്തി. ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി പുഷ്പരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി S ശിവദാസ് സ്വാഗതം പറഞ്ഞു. ഷിഹാബ്, രതീഷ്, അബൂബക്കർ, കരുണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടനാംകുശി ചോറോട്ടൂർക്കാവ് ദേശത്താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. ബ്രഹ്മശ്രീ കരിയന്നൂർമന ഭവത്രാതൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം താന്ത്രിക ചടങ്ങുകൾ നടത്തി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. സെൻട്രൽ ദേശ കമ്മിറ്റി, കിഴക്കുമുറി ദേശ കമ്മിറ്റി,
പടിഞ്ഞാറ്റുമുറി ദേശകമ്മിറ്റി ഭാരവാഹികളും നിരവധി ഭക്തരുടെയും സാന്നിധ്യത്തിൽ ബ്രഹ്മശ്രീ കരിയന്നൂർ മന ബൗത്രാദൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ക്ഷേത്രത്തിൽ കളമ്പാട്ട് നടന്നുവരികയാണ്. രാത്രിയിൽ ഗാനമേളയും ഉണ്ടായിരുന്നു. കൊടിയേറ്റം കഴിഞ്ഞതോടെ ദേശങ്ങളിൽ പറയെടുപ്പ് ആരംഭിച്ചു. ഫെബ്രുവരി 23 ഞായറാഴ്ചയാണ് വാടനാകുറിശി ചോറൂട്ടൂർക്കാവ് ദേശത്താലപ്പൊലി മഹോത്സവം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പൂരാവേശത്തിൽ ചെറുതുരുത്തി. ദേശവാസികൾ കാത്തിരുന്ന കോഴിമാമ്പറമ്പ് പൂരം ഇന്നാണ്. ആനപ്പൂരത്തിൽ സുരക്ഷാ കാരണങ്ങളാൽ ചില നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ആഘോഷത്തിന്റെ ആവേശത്തിന് ഒട്ടും കുറവുണ്ടാകില്ല. ഉച്ചയോടെ പല ദേശങ്ങളിൽ നിന്നും കാവിലേക്കുള്ള എഴുന്നള്ളിപ്പിന് ആരംഭമായി. ദേശവാസികൾ ആഘോഷ ലഹരിയിലാണ്. കോഴിമാമ്പറമ്പ് പൂരത്തോട് അനുബന്ധിച്ചുള്ള ചെറുതുരുത്തി ദേശത്തിന്റെ ആനച്ചമയം ഒരുങ്ങി. ചെറുതുരുത്തി ടൗൺ ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ചമയങ്ങൾ ഒരുക്കിയത്. നെറ്റിപ്പട്ടം, വെഞ്ചാമരം, ആലവട്ടം, മുത്തുക്കുടകൾ, ദേവിയുടെ തിടമ്പ്, മറ്റു സാമഗ്രികൾ, നിറപറയിൽ അവിൽ, ശർക്കര, നെല്ല്, അരി, മലർ എന്നിവയും ഒരുക്കി. അതിവർണാഭമായി അലങ്കരിച്ച പന്തൽ ചെറുതുരുത്തി CI അനന്തകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ദേശരക്ഷാധികാരികളായ UV രാമചന്ദ്രൻ, KV ബാലചന്ദ്രൻ, KM ശങ്കരനാരായണൻ, ദേശം പ്രസിഡന്റ് K ജയപ്രകാശ്, സെക്രട്ടറി KR ഗിരീഷ്, ട്രഷറർ SN മനോജ്, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിരവധി പേരാണ് ആനച്ചമയം കാണാനെത്തുന്നത്. താഴത്തറ വെട്ടിക്കാട്ടിൽ ദേശത്തിന്റെ അലങ്കാരപ്പന്തലും ആനച്ചമയവും ഒരുക്കിയിട്ടുണ്ട്. സാംസ്കാരിക വേദിയിൽ ഓട്ടൻതുള്ളൽ അരങ്ങിലെത്തി. പൂരം ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്ര ദർശനത്തിന് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആറ്റൂർ ദേശത്തിന്റെ അലങ്കാരപ്പന്തൽ, ആനച്ചമയം എന്നിവ അതിവിപുലമായാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെയും നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരത്തോടനുബന്ധിച്ച് ആറ്റൂർ ദേശത്തിന്റെ നേതൃത്വത്തിൽ സാംസ്കാരികം 2025 സംഘടിപ്പിച്ചു. ഡോക്ടർ ആറ്റൂർ വാസു വൈദ്യർ ഉദ്ഘാടനം ചെയ്തു. ആറ്റൂർ ദേശം പ്രസിഡന്റ് K നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിജയൻ പാലഞ്ചേരി, ട്രഷറർ ശശി മൈത്രി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ആറ്റൂർ മാനു, മുല്ലക്കൽ ബാലകൃഷ്ണൻ, അമ്മ വളപ്പിൽ വേണു, വാസുവൈദ്യർ എന്നിവരെ ആദരിച്ചു. എല്ലാ വർഷവും ഞാൻ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു സംരംഭം കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ഞാനിപ്പോൾ 6 മാസത്തിന് ശേഷം 40-40-ലധികം വേദികളിൽ നിന്ന് സമ്മാനങ്ങൾ വാരിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന ഒരു കാരണം ഇവിടുത്തെ നാട്ടുകാരാണ് എന്നെ ഈ വിജയത്തിലെല്ലാം എത്തിച്ചത് എന്നതിലുള്ള ഒരു കാര്യമില്ല. നാട്ടുകാരോട് പ്രത്യേകം നന്ദിയുണ്ട്. പിന്നെ ഞാൻ 6 മാസം മുമ്പേ അമേരിക്കൻ ഫ്ലോറിഡ റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചു. അത് പോണ്ടിച്ചേരിയിൽ നിന്നാണ് വാങ്ങിയത്. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. കുട്ടികളും സ്ത്രീകളും മുതിർന്നവരുമടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വർണ്ണവിസ്മയം തീർത്ത് ഞാങ്ങാട്ടിരി മുക്കാരത്തിക്കാവ് പൂരം. 100 കണക്കിന് ആളുകൾ ആഘോഷത്തിൽ പങ്കെടുത്തു. നാടൻ കലാരൂപങ്ങൾ എഴുന്നള്ളിപ്പിലെ മുഖ്യ ആകർഷണമായി. ഞാങ്ങാട്ടിരി മുക്കാരത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കൂട്ടുതാലപ്പൊലിയാണ് വർണ്ണാഭമായി ആഘോഷിച്ചത്. കൊണ്ടയൂർ കണ്ണന്റെ നേതൃത്വത്തിൽ രാവിലെ 30ഓളം വാദ്യകലാകാരന്മാർ അണിനിരന്ന പഞ്ചാരിമേളമുണ്ടായി. ഉച്ചയ്ക്ക് ദേവസ്വം പൂരം കാവുകയറി. തിറ, പൂതൻ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും മേളവും അകമ്പടിയായി. പഞ്ചവാദ്യത്തോടെയുള്ള എഴുന്നള്ളിപ്പ്, ശിങ്കാരിമേളം, ഇണക്കാളകൾ, തിറയാട്ടം, മേളം, തകിൽ, നാഗസ്വരം, തിറ, പൂതൻ, കാളവരവ് എന്നിവ ഉത്സവപ്പറമ്പിൽ വർണ്ണക്കാഴ്ചകൾ വിതറി. വൈകിട്ട് ഇരട്ടത്തായമ്പകയും രാത്രി നാടകവും ഉണ്ടായി. പുലർച്ചെ മേളത്തോടുകൂടിയ താലം കൊളുത്തലും പൂരം വരവും നടന്നു. തുടർന്ന് നടന്ന പാവക്കൂത്തോടെ പൂരത്തിന് സമാപനമായി. പൂരത്തലേന്ന് യുവരശ്മി നഗർ ഒരുക്കിയ ഗാനമേളയും പൂരപ്പറമ്പിൽ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരത്തോടനുബന്ധിച്ച് കൊണ്ടുവന്ന ആനകളുടെ നീരാട്ട് കാണുവാനായി എത്തിയത് നിരവധി പേർ. ചിത്രങ്ങൾ പകർത്താനായി നിരവധി ഫോട്ടോഗ്രാഫർമാരും എത്തി. കൗതുകത്തോടെ നോക്കി നിന്നു വിദേശികളും.
പുഴയിൽ ആനകൾ നീരാടുന്ന ചിത്രങ്ങൾ എടുക്കാനും വീഡിയോ പകർത്താനുമായി നിരവധി ഫോട്ടോഗ്രാഫർമാരാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയത്. നിരവധി വിദേശികളും ആനയെ കുളിപ്പിക്കുന്നത് കാണാനെത്തിയിരുന്നു. കൂടാതെ സമീപവാസികൾ കുട്ടികളുമായാണ് ഈ ദൃശ്യങ്ങൾ കാണാനെത്തിയത്. പുഴയിലെ ആനകളുടെ നീരാട്ട് ഏവർക്കും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. റെയിൽവേയിൽ നിന്നും മെയിൽ ലോക്കോ പൈലറ്റായി വിരമിച്ച കെ കേശവന് ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ യാത്രയയപ്പ് നൽകി. ഷൊർണൂർ മയിൽ വാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. യാത്രയയപ്പ് ചടങ്ങിന്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കുറേ ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. ഏതായാലും നമ്മൾ നിശ്ചയിക്കപ്പെട്ട അജണ്ട പ്രകാരമുള്ള ചടങ്ങുകൾ ഓരോന്നോരോന്നായി ഇവിടെ പര്യവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോക്കോ പൈലറ്റ് എന്ന തസ്തികയിൽ സേവനം ചെയ്തുകൊണ്ട് പിരിയാനുള്ള മഹാഭാഗ്യം ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ പാലക്കാട് ഡിവിഷൻ വർക്കിംഗ് പ്രസിഡന്റായിരുന്നു കെ കേശവൻ. ലോക്കോ പൈലറ്റുമാർക്ക് 8 മണിക്കൂർ ജോലിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയതിൻ്റെ പേരിൽ ശിക്ഷാ നടപടികൾക്ക് വിധേയനാകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒട്ടും തളരാതെ എല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോയ നേതാവാണ് അദ്ദേഹമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA പറഞ്ഞു. AILRSA ഡിവിഷൻ പ്രസിഡന്റ് GP പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി എൽദോ ഡേവിഡ് സ്വാഗതം പറഞ്ഞു. CITU പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, DRU ഡിവിഷൻ സെക്രട്ടറി V സുജിത്ത്, AISMA, AIGC, DRKS നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. റണ്ണിംഗ് സ്റ്റാഫും സമകാലിക സമര പോരാട്ടങ്ങളും എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. AILRSA അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC ജെയിംസ് വിഷയം അവതരിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ സ്വദേശി ബേബി ഷക്കീലയുടെ ചികിത്സാ സഹായത്തിനായി നടത്തിയ ഗോൾഡൻ ചാലഞ്ചിൽ ലഭിച്ച സമ്മാനം കിഴക്കുംപുറം AJB സ്കൂളിന് ലഭിച്ചു. 1 പവൻ വരുന്ന ഗോൾഡ് കോയിൻ ആണ് സമ്മാനം. ഗോൾഡ് കോയിൻ മണ്ണൂരിലെ രോഗബാധിതനായി കിടക്കുന്ന വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് കൈമാറുമെന്ന് സ്കൂൾ അധ്യാപികമാർ അറിയിച്ചു. സ്കൂളിലെ അധ്യാപകർ 100 രൂപയോളം വരുന്ന 10 ടിക്കറ്റുകൾ എടുത്തിരുന്നു. ഇതിൽ ഒരു ടിക്കറ്റിനാണ് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിച്ചത്. ഗോൾഡ് കോയിൻ ചികിത്സാ സഹായ നിധി ചെയർമാൻ അനിത, കൺവീനർ VM സാദിഖ്, മറ്റ് ഭാരവാഹികളും ചേർന്ന് സ്കൂൾ അധ്യാപകർക്ക് കൈമാറി. ചികിത്സയുമായിട്ട് നടത്താനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ നറുക്കെടുപ്പ് കഴിഞ്ഞ 8-ാം തീയതിയാണ് നമ്മൾ കാവപ്പറമ്പിൽ വെച്ച് വൈകുന്നേരത്ത് നടത്തിയത്. നറുക്കെടുപ്പ് നടത്തിയതിൽ AJBS കിഴക്കമ്പുറം സ്കൂളിനാണ് അതിന്റെ നറുക്ക് കിട്ടിയത്. അപ്പൊ അവര് നമ്മൾ ഈ കൂപ്പൺ കൊടുക്കുമ്പോൾ തന്നെ വാർഡ് മെമ്പറാണ് കൂപ്പൺ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരിങ്ങനെ കൂപ്പൺ ഉണ്ട് വേണമെന്ന് വാർഡ് മെമ്പറെ വിളിച്ച് ചോദിച്ചിട്ടാണ് ആ കൂപ്പൺ അവിടെ എത്തിച്ചു കൊടുത്ത് അപ്പൊ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമാശ രീതിയിലാണെങ്കിലും ഇത് ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ അവരുടെ ഒരു ക്യാൻസർ രോഗിയായ ആൾക്ക്, അതായത് ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനാണ്. അപ്പൊ അവർക്ക് ഇതിന് കിട്ടുന്ന സമ്മാനം എന്താണെങ്കിലും ഞങ്ങളത് അവർക്ക് കൊടുക്കാനാണ് എന്ന് അപ്പൊ തന്നെ പറഞ്ഞിരുന്നു. ഈ ഗോൾഡ് കോയിൻ രോഗബാധിതയായി കിടക്കുന്ന വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് കൈമാറുമെന്ന് അധ്യാപകർ അറിയിച്ചു. ഫെബ്രുവരി 19 സംഘടിപ്പിച്ചിരിക്കുന്ന സ്കൂൾ വാർഷിക ആഘോഷ പരിപാടികളിൽ കോയിൻ ബേബി ഷക്കീലയുടെ കുടുംബത്തിന് കൈമാറും. AJB സ്കൂളിന്റെ ഈ നടപടിയെ ഗ്രാമപഞ്ചായത്തും ചികിത്സാ സഹായ സമിതിയും അഭിനന്ദിച്ചു. കമ്മിറ്റി ഭാരവാഹികളായ OV സ്വാമിനാഥൻ, PM യൂസഫ്, കിഷോർ സ്വാമി, തങ്കപ്പൻ, സുഭാഷ് മങ്കര, ഷഫീഖ്, സക്കറിയ, ഷഫീന, നജീബ്, സുനിത, KM അബ്ദുൽ ഹക്കീം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളം പെരുമ്പിലാവിലെ ബാറിൽ സംഘർഷം. സെക്യൂരിറ്റി ജീവനക്കാരൻ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്തു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. തൃശൂർ നഗരത്തിലെ ഇലക്ട്രിക്കൽസ് ഷോപ്പിൽ വൻ തീപിടുത്തം. പാലക്കാട് നഗരത്തിലെ ആംബുലൻസ് സ്റ്റാൻഡ് മാറ്റാനുള്ള നീക്കത്തിനെതിരെ CITU. നഗരസഭാ ഓഫീസിനു മുന്നിൽ ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU ധർണ. ആംബുലൻസ് സ്റ്റാൻഡ് മാറ്റാനുള്ള നീക്കം മനുഷ്യത്വരഹിതമെന്ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ.
നാടെങ്ങും ഉത്സവമേളം. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരം ഇന്ന്. ഞാങ്ങാട്ടി മുക്കാരത്തിക്കാവ് പൂരം വർണ്ണാഭമായി. വടനാംകുശി ചോറോട്ടൂർക്കാവിൽ ദേശത്താലപ്പൊലി ആഘോഷത്തിന് ആവേശക്കൊടിയേറ്റം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.